മുൻ കേരള മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ പത്മജ വേണുഗോപാലിനെ സ്വന്തം പാളയത്തിലെത്തിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് BJP. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം. BJPയുടെ നീക്കങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയ്ക്കിടവച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും അടുത്തിടെ BJPയിലേക്ക് എത്തിയ ഏക പ്രമുഖ നേതാവ് പത്മജ വേണുഗോപാൽ ആണെങ്കിലും ദേശീയ തലത്തിലെ സ്ഥിതി അതല്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് കൂടി കണക്കിലെടുത്ത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ ഉൾപ്പെടെ പ്രമുഖരായ നിരവധി നേതാക്കളെയാണ് BJP കഴിഞ്ഞ 5 ആഴ്ചയ്ക്കിടെ പാർട്ടിയിൽ എത്തിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാന്റെ BJP പ്രവേശനം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അമരീന്ദർ സിംഗ്, ദിഗംബർ കാമത്ത്, SM കൃഷ്ണ, വിജയ് ബഹുഗുണ, N കിരൺ റെഡ്ഡി, ND തിവാരി, ജഗദംബിക പാൽ, പേമ ഖണ്ഡു തുടങ്ങിയവർക്ക് പിന്നാലെ BJPയിലെത്തിയ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി അശോക് ചവാൻ മാറി. മഹാരാഷ്ട്ര PCC വർക്കിംഗ് പ്രസിഡന്റ് ബസവരാജ് പാട്ടീലും BJPയിലെത്തി. ഗുജറാത്തിൽ നിന്നും MP ഉൾപ്പെടെയുള്ളവരെയാണ് BJPയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നരൻ റാഠോയാണ് പാർട്ടി വിട്ട MP. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച അരവിന്ദ് ലഡാനി, ചിരാഗ് പട്ടേൽ, CJ ചാവ്ദ, മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ അർജുൻ മോദ് വാദിയ എന്നിവരും BJPയിലെത്തി. രാജസ്ഥാൻ MLAയും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മഹേന്ദ്രജിത് സിംഗ് മാളവ്യ, ഉത്തർപ്രദേശ് PCC വൈസ് പ്രസിഡന്റ് ഉപേന്ദ്ര സിംഗ്, അരുണാചൽ പ്രദേശിലെ മുൻ കേന്ദ്രമന്ത്രി നിനോങ് എറിങ്, വാങ്ലിംഗ് ലോവാങ്ഡോങ് MLA എന്നിവരും താമരയിലണഞ്ഞിരിക്കുകയാണ്. മധ്യപ്രദേശിലെ പ്രമുഖ നേതാക്കളായ സുമേർ സിംഗ്, യോഗേന്ദ്ര സിംഗ്, ജബൽപൂർ മേയർ ജഗത് ബഹാദൂർ സിംഗ് എന്നിവരും കോൺഗ്രസിനെ കൈവിട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും MLA വിജയധരണി, ബീഹാർ MLAമാരായ മുരാരി പ്രസാദ്, സിദ്ധാർത്ഥ് സൗരവ്, ജാർഖണ്ഡിൽ നിന്നും ഗീത കോഡ MLA എന്നിവരും കോൺഗ്രസിനോട് വിട പറഞ്ഞ് BJPയിലേക്ക് എത്തി. കോൺഗ്രസ് വക്താവ് കൗസ്തവ് ബഗ്ചി, നിഹാർ രഞ്ജൻ മൊഹന്ത, അശോക് വർമ്മ, പ്രകാശ് ഡമോല, സുഭാഷ് വർമ്മ എന്നിവരും പാർട്ടി മാറിയിട്ടുള്ളവരാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.